കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. ആ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്തെയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ വേണ്ടി ഈ 2 പേരായി അയക്കുന്ന രംഗത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുക. അതിൻ്റെ തുടർച്ചയെന്നോണം അവിടെ അപ്പോസ്തലന്മാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് തങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുകയാണ്. ശിഷ്യന്മാർ വളരെ ആവേശപൂർവ്വമാണ് കർത്താവിനെ സമീപിക്കുന്നതും അവനോട് തങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതും. അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കാരണം നമുക്കറിയാം, വെറും സാധാരണക്കാരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. തങ്ങളുടെ ജീവിതത്തെ തങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും ചിന്തിക്കാത്തിടത്ത് അതുപോലെയെല്ലാം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതേ ആവേശപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തങ്ങൾ എന്താണ് അവിടെ പഠിപ്പിച്ചതെന്നുമെല്ലാം അവർ വിവരിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് യേശുവിനെ അവർ അറിയിക്കുമ്പോൾ യേശു ഒത്തിരിയേറെ സന്തോഷിച്ചു കാണണം. കാരണം തൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല. താൻ തിരഞ്ഞെടുത്ത ആളുകൾ താൻ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സന്തോഷം തീർച്ചയായും യേശുവിൻ്റെയും മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയം യേശു അവരെ വളരെ അനുകമ്പയോടെയാണ് നോക്കുന്നത്. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും ഒഴിവ് ലഭിച്ചിരുന്നില്ല എന്ന് അറിയുമ്പോൾ എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് തൻ്റെ ശിഷ്യന്മാർ താൻ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചത് എന്ന സന്തോഷം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ അവർ ഇതുപോലെ ചെയ്തല്ലോ എന്ന് ഓർത്ത് അനുകമ്പയോടെ കർത്താവ് അവരോട് പറയുകയാണ്, വരുവിൻ, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം, അല്പം വിശ്രമിക്കാം. പ്രിയമുള്ളവരെ, തൻ്റെ കൂടെയുള്ള ആളുകളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുവാനും അവരോട് അനുകമ്പ കാണിക്കുവാനും കരുതൽ കാണിക്കുവാനും സ്നേഹം കാണിക്കുവാനും യേശു എപ്പോഴും പരിശ്രമിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു സംഭവം. പ്രത്യേകിച്ച് താൻ തിരഞ്ഞെടുത്ത ആ ശിഷ്യന്മാരോട് വളരെ പ്രത്യേകമായൊരു സ്നേഹം യേശു അവിടെ പ്രകടമാക്കുന്നു. അവർക്ക് ആവശ്യമായത് നൽകുവാൻ വേണ്ടി അല്പസമയം വിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിജന സ്ഥലത്തേക്ക് അവനവിടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ തേടി വന്ന ജനത്തോടും അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ളവരായിരുന്നു. ശിഷ്യന്മാർക്ക് അല്പം വിശ്രമിക്കുവാനുള്ള അവസരമൊരുക്കുവാൻ വേണ്ടി പോയ യേശുവിന് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് കാണുന്ന ആ ഒരു സംഭവം തെളിയിക്കുന്നത്. ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തികൾക്ക് പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. അത് നേരായ രീതിയിൽ വിശ്രമിക്കുവാൻ പോലും സാധിക്കാതെ പലപ്പോഴും ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അവിടെ യാതൊരു പരാതിയും പറയാതെ തന്നെ തേടി വന്ന ഈ ജനത്തിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ തയ്യാറാക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുക. അവരോട് ദേഷ്യപ്പെട്ട് ഒന്ന് പോകുവാൻ പറയുന്നില്ല, മറിച്ച്
അവൻ്റെ അവസ്ഥ എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും തന്നെ തേടി അവർ ഓടി വരണമെങ്കിൽ അത്രമാത്രം അവർ ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾ ഇതുവരെ കേട്ടിരുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതാണ് സത്യമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം തീർച്ചയായും കർത്താവിനും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് വളരെ അനുകമ്പയോടുകൂടെ തന്നെ അനുഗമിച്ച ആ ജനത്തോട് കർത്താവ് സംസാരിക്കുകയാണ്. അവരെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കർത്താവ് അതെല്ലാം അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരെ മുന്നോട്ട് നയിക്കുവാൻ ഒരു യഥാർത്ഥ നേതാവ് അവർക്കുണ്ടായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർക്ക് വേണ്ടി കർത്താവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുവാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശിഷ്യന്മാരും തങ്ങൾ ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് കർത്താവിനെ അറിയിക്കുമ്പോഴും അവർ പരാതി പറയുന്നില്ല. ഞങ്ങൾക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ എന്ന് അവർ പറയുന്നില്ല. മറിച്ച് വളരെ ആവേശപൂർവ്വം തങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടെ പറയുന്ന ശിഷ്യന്മാരെയാണ് നമുക്ക് കാണുക. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടത്. നമ്മളെ തേടി വരുന്നവരോട് അനുകമ്പ കാണിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട് അനുകമ്പ കാണിക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. അവർക്ക് വേണ്ട കരുതൽ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഞാൻ സ്നേഹം ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ സ്നേഹം പ്രകടമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണത്. അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഒരുമിച്ച് സ്നേഹത്തോടെ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ കുടുംബം അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് സ്വർഗീയ ആനന്ദമാണ്. അതൊരിക്കലും അവരിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിക്കുന്ന ഒന്നല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ സ്നേഹത്തോടു കൂടെ കുടുംബത്തിലായിരിക്കുക, വളരെ കരുതലോടുകൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തയ്യാറാവുക. അതേസമയം മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അനുകമ്പയുള്ളവരായിട്ട് മാറുക. ഇന്ന് ഈ ദ്വീപിനെ സംബന്ധിക്കുമ്പോൾ യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാരോടും തന്നെ അനുഗമിച്ച ആ ജനത്തോടും കാണിച്ച അതേ അനുകമ്പയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരോട് കാണിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യബലി നമുക്ക് തുടരാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.